പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം 2-3 ആഴ്ചയായി. നല്ല രീതിയിൽ വർക്കാകുന്നുണ്ട്. താരതമ്യേന നല്ല വില കുറവുള്ള സംഭവമാണ്. 900 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. ഓഫറുള്ള സമയങ്ങൾ വാങ്ങിക്കുക. സംഭവം അടിപൊളിയാണ്. നമ്മൾക്ക് 4 ടയറും സുഖമായിട്ട് ഫില്ല് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഹീറ്റാകും. അതിപ്പം ഏത് വാങ്ങിച്ചാലും ഏത് മോഡലാണെങ്കിലും അതിൻ്റേതായ ഹീറ്റ് ഉണ്ടാകും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം, നോ വാറണ്ടി നോ ഗ്യാരണ്ടി. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, 5 സ്ക്രൂകളാണുള്ളത്. ചെറുതേനീച്ചയാണല്ലോ പാറി കളിക്കുന്നത്. ചെറുതേനെടുക്കാൻ സമയം. ലൈറ്റൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റുണ്ട് ഇതിന് രാത്രിയിലൊക്കെ. പിന്നെ കേബിളുണ്ടല്ലോ, കേബിൾ ഏകദേശം ഒരു 3-4 മീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് വണ്ടിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ വണ്ടിക്ക് ചുറ്റും ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് DC പോർട്ടിൽ നിന്ന് നമുക്ക് ടയർ ഫില്ല് ചെയ്യാൻ അത്ര നീളമുണ്ട്. ഈ കേബിൾ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല നൈലോണിൻ്റെ ഗ്രിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള പരിപാടി. ഇതിൻ്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ. സിലിണ്ടറിൻ്റെ ഉള്ളിലൊരു പിസ്റ്റണുണ്ട്. ഇത് പ്ലാസ്റ്റിക്കാണ്. ഈ ഭാഗങ്ങളൊക്കെ മെറ്റലാണ്. ഇത് DC മോട്ടർ. DC മോട്ടറിനൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഫാനാണ് ഇത് കൂളിംഗ് ആകാൻ വേണ്ടി. റണ്ണിങ് ടൈമിൽ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. പിന്നെ അതിൻ്റെ PCB ഡിസ്പ്ലേ എല്ലാം ഒന്ന് തന്നെയാണ്. അവിടെ തന്നെയാണ് മൊത്തം കൺട്രോളും വരുന്നത്. ഈ മോട്ടറിൻ്റെ സപ്ലൈ എല്ലാം അവിടെ നിന്നാണ് വരുന്നത്. ഇതിൻ്റെ ലൈറ്റ് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയാൽ DC മോട്ടറാണ്. ഇത് RS775 അങ്ങനെ ഒരു മോട്ടറുണ്ട്. അതായിരിക്കണം. അതിൻ്റെ ഉള്ളിലെ കോപ്പർ വൈൻഡിങ് ഒക്കെ കാണുന്നുണ്ട്. ബ്രഷ്ഡ് മോട്ടറാണ്. പിന്നെ ഈ പൈപ്പൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നല്ല പഞ്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ചിലപ്പോൾ ക്ലിപ്പൊക്കെ ഇട്ട് വെക്കും. ഇവിടെയൊക്കെ നല്ല ബലത്തിൽ. ഇതിന് വരുന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇവിടെ ലീക്കൊക്കെ വരുവാണെങ്കിൽ ഇത് ഓഫാകാതെ വരും. കണ്ടിന്യൂസ് വർക്കായിക്കൊണ്ടേയിരിക്കും. ഇതാണ് പ്രഷർ സെൻസർ. നമ്മൾ കണക്ട് ചെയ്യുമ്പം എത്ര പ്രഷർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള പ്രഷർ സെൻസർ. അതിൻ്റെ 2 വയർ PCBയിലോട്ടാണ് പോകുന്നത്. മോട്ടർ ഞാൻ അഴിക്കുന്നില്ല. പിന്നെ ഈ സാധനങ്ങളൊക്കെ എന്നും തന്നെ ഉപയോഗിക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ തുറന്നിട്ട് ഇവിടെ നിന്ന് ഗ്രീസ് ഇട്ട് കൊടുക്കുക. ഇതിന് ചെറിയ രീതിയിൽ ഗ്രീസിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഓൾറെഡി ഇവിടെ ഗ്രീസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ പരിപാടികൾ. പിന്നെ ഇതിന് വരുന്ന കംപ്ലൈൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പം ഈ സ്വിച്ചൊക്കെ ഒന്ന് ഡാമേജ് ആയി പോയേക്കാം. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഫ്യൂസുണ്ട്. അത് ശ്രദ്ധിക്കണം. ഈ ഫ്യൂസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വർക്കാകത്തില്ല. സ്വിച്ച് വർക്കാകാതെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. മിക്കവർക്കും അറിയത്തില്ല. ഇതങ്ങ് തുറന്നു നോക്കിയാൽ മതി. ഇതിൻ്റെ അകത്തൊരു ഫ്യൂസുണ്ട്. ഒരു ഫ്യൂസ് നമ്മൾക്ക് സ്പെയർ ആയിട്ടും കൂടി ഇതിൻ്റെ കൂടെ കിട്ടും. അത് മാറ്റിയിട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ.